ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആത്മാവിലുള്ള ആനന്ദത്തെ ധ്യാനിക്കാം. യേശു പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് പറയുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവയെല്ലാം വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതേ പിതാവേ, ഇതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവിനല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനമാണ് ലൂക്കാ സുവിശേഷം 10-ാം അധ്യായത്തിലൂടെ വചനവിചിന്തനത്തിനായി തിരുസഭ ഇന്ന് നൽകുന്നത്. യേശുവിൻ്റെ പരിപാവനമായ ജനനത്തിനു വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്ന നമുക്ക് രക്ഷാകരമായ തിരുവചനങ്ങളിലൂടെ ക്രിസ്തു നൽകുന്ന ബോധ്യമാണിത്. പിതാവിനെ വെളിപ്പെടുത്തുവാൻ ക്രിസ്തു ഭൂമിയിലേക്ക് ആഗതനാകുന്നു. അവിടുന്ന് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുവാൻ ആത്മാവിൻ്റെ ചൈതന്യമില്ലാതെ ആർക്കും സാധ്യമല്ല. യേശു പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ചുകൊണ്ടാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവിനെ വാഴ്ത്തി സ്തുതിക്കുന്നത്. നാമും ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നയിക്കപ്പെടുന്നവരാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ ജീവിക്കുന്നവരും വിശുദ്ധമായ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്നവരും പാവനാത്മാവിന് വിധേയപ്പെട്ട് പുണ്യപൂർണതയിൽ ജീവിക്കുന്നവരാകണം. നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ കേന്ദ്രീകൃതമാകുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുക. നാം ഈ ഭൂമിയിൽ എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കുന്നുവോ അത്രയും ശ്രേഷ്ഠമായ സ്വർഗീയ കൃപ നമുക്കായി നൽകപ്പെടും. നാം സ്വീകരിക്കുന്ന ഓരോ കൂദാശയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും പൂർണ്ണതയും നമുക്ക് ലഭിക്കുന്നുണ്ട്. നാം ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം സ്വീകരിച്ചിരിക്കുന്ന ഓരോ കൂദാശയുടെയും കൃപയ്ക്കനുസൃതമായി ഈ പുണ്യഭൂമിയിൽ വ്യാപരിക്കണം. യേശുവിൻ്റെ തിരുജനനം നമ്മുടെ ഹൃദയത്തിൽ സാധ്യമാകുവാൻ നാം ചെയ്യേണ്ട ഏറ്റവും മനോഹരമായ പ്രവൃത്തി എന്തെന്നോ, ഹൃദയവിശുദ്ധിയിൽ ജീവിക്കുക. ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസൃതമായി വ്യാപരിക്കുക. നാം നന്മ ചെയ്യുന്നവരും വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവ തിരുമനസ് നിറവേറ്റുന്നവരുമാവുക. അപ്രകാരം ദൈവാത്മാവിന് യോജിച്ച വിധം ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കുവോളം നമ്മുടെ ഹൃദയം നിർമ്മലമാവുകയും നാം ഒരുക്കമുള്ളവരായി കാണപ്പെടുകയും ചെയ്യും. ഈ വിശുദ്ധമായ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ വേണ്ട ആത്മീയ കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.